സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ ചൂട് പിടിച്ച ചർച്ചയാണ്, ചൂടൻ ചർച്ച. വിഷയം ഷെറിനുമായി ബന്ധപ്പെട്ടതാണ്. അതായത് കേരള സമൂഹം ഞെട്ടുന്ന തരത്തിലേക്കാണ് അട്ടക്കുളങ്ങര ജയിലിനുള്ളിൽ ഷെറിന് കിട്ടിയ സുഖസൗകര്യങ്ങളുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ജനങ്ങൾ അപ്പോൾ ഓർക്കുന്നത്, ഞങ്ങളുടെ നികുതി പണം കൊണ്ട് കൊടും ക്രിമിനലുകൾ ജയിലുകൾക്കുള്ളിൽ സുഖ ജീവിതമാണ് നയിക്കുന്നത്, പുറത്ത് കുറെ മനുഷ്യർ കിടന്ന് കഷ്ടപ്പെടുകയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നമ്മളെ ഞെട്ടിക്കുന്ന ചില വസ്തുതകൾ നമുക്കറിയാം. ഈ കൊടിസുനിക്കൊക്കെ ജയിലുകളിൽ തറവാട് വീട് പോലെയാണ് അവർക്ക് ജയില്. പക്ഷെ അത്തരത്തിൽ സ്ത്രീകളെ കുറിച്ചുള്ള വിവരങ്ങൾ അങ്ങനെ പുറത്തേക്ക് വന്നിട്ടില്ല. സ്ത്രീ തടവുകാരായിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊന്നും തന്നെ അങ്ങനെ പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷെ ഷെറിനുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുമ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ കുറെ അനുചാരകരായി ജയിലിൽ നിൽക്കുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ കേരളം ഞെട്ടുന്ന വിഷയം തന്നെയല്ലേ? ഇപ്പൊ കേരളത്തിലെ പൊതുവെയുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ സ്ത്രീ കുറ്റവാളികൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മുൻപൊന്നും തന്നെ ഇത്ര അധികം ഒന്നും ഈ പറയുന്ന സ്ത്രീകളായിട്ട് കുറ്റവാളികൾ, കൊലക്കുറ്റം ചെയ്ത കുറ്റവാളികൾ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എപ്പോഴെങ്കിലും വല്ല പോക്കറ്റടി കേസോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ കേസുകൾ മാത്രമാണ് പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ ഏറ്റവും കൂടുതൽ പെൺ ഗുണ്ടകളും പെൺ മാഫിയകളും എല്ലാം പ്രൊഫഷണലായി തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. പണ്ട് നമ്മൾ സിനിമയിലൊക്കെയാണ് കണ്ടിരുന്നിട്ടുള്ളത്, സ്ത്രീകൾ ഇതുപോലെ അതിലേക്ക് ഇറങ്ങുന്നു. ബോംബെ അധോലോകത്തിലെല്ലാം സ്ത്രീകളാണ് ഒരു സാന്നിധ്യം ഉണ്ടാകുന്നു. വേശ്യ കേന്ദ്രങ്ങൾ നടത്തുന്നു. അതിന്റെ അവർ മുക്കിച്ചോപ്പിച്ച് നിൽക്കുന്ന തടിച്ച് ഉരുണ്ടുള്ള സ്ത്രീകളുടെ ഫോട്ടോ, അങ്ങനെയൊക്കെ നമുക്ക് കണ്ട ഒരു സിനിമയിൽ കൂടുള്ള പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ അതിനെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അതിനേക്കാളൊക്കെ വളരെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ത്രീകളെയാണ് നമ്മളിപ്പോ ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ കാണുന്നത്. 1980 വരെയുള്ള പോലീസ് രേഖകളിൽ ആകെ ഉണ്ടായിരുന്ന പോക്കറ്റടിക്ക്, മോഷണത്തിന്, ഇതിനേക്കാളൊക്കെ അപകടമായിട്ട് ഏറ്റവും വലിയ കേസായി കണ്ടിരുന്നത് വ്യാജവാറ്റായിരുന്നു. ഈ ചാരായം വാറ്റുന്നതിലുണ്ടായിരുന്നു, അവർക്ക് ഒഴിച്ചു കൊടുക്കുന്നു, അത് സ്ത്രീകൾ ചെയ്യുന്നു, അവർക്ക് കുറച്ച് സ്വഭാവ ദൂഷ്യം, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇവരെ കണ്ടൊരു ശീലമില്ല. ഈ സിനിമയിൽ മാത്രം കണ്ടൊരു ശീലമാണ്. പക്ഷെ എങ്കിലും നമ്മൾ പറഞ്ഞു കേട്ടുന്നു, നാട്ടിൻപുറത്തെല്ലാം തന്നെ അവിടെ അവര് വ്യാജവാറ്റ് നടത്തുന്നുണ്ട്, അതിന് ഈ സ്ത്രീയാണ്, അവരാണ് കൊടുക്കുന്നത്, അവരെ കാണാൻ, അങ്ങനെയൊക്കെയുള്ള അതും നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ജീവിതമാർഗമായിട്ടാണ് അവര്. പിന്നെ അതുപോലെ കൊല എന്നൊക്കെ പറയുന്നത് മിക്കവാറും സ്വയരക്ഷയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള കൊലപാതകങ്ങള് ഇതായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അങ്ങനെയൊക്കെ ആവുമ്പോ തന്നെ ഇപ്പൊ ഒരു സ്ത്രീ ഒരാളെ കൊന്നു എന്ന് പറയുമ്പോൾ മൊത്തം സമൂഹത്തിന്റെ മനസാക്ഷി പോയിരുന്നത് ആ സ്ത്രീക്കൊപ്പമായിരുന്നു, കൊന്ന സ്ത്രീക്കൊപ്പമായിരുന്നു. കാരണം അവരവരുടെ ജീവിതം രക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ മാനം രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആ കൊല നടത്തിയത്. അത് നീതീകരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് സ്ത്രീകൾ പൊതുവെ കൊലപാതകമൊക്കെ നടത്താറുള്ളൂ. ബാക്കി ഒന്നിനും സ്ത്രീകൾക്ക് കഴിവില്ല, ശക്തിയില്ല, അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങനെ ഒരാളെ കൊല്ലൊന്നുമില്ല എന്നുള്ള ഒരു ധാരണ പൊതുവെ നമ്മുടെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഇപ്പൊ തിരുത്തി കുറിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഒന്നുകിൽ ആഡംബര ജീവിതത്തിന് അല്ലെങ്കിൽ വിവാഹേതര ബന്ധത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെ പോലും, അത് എനിക്ക് തോന്നുന്നു ഈ പല വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ള ആൾക്കാർ പറയുന്നത്, ഇന്നിപ്പോൾ കേരളത്തിൽ നടക്കുന്ന സ്ത്രീകൾ കുറ്റവാളികളായ കേസുകൾ എടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ കാണാനാകുന്നത് സെക്സിനും പണത്തിനും വേണ്ടി, അതുപോലെ മയക്കുമരുന്നും, സ്ത്രീകൾ ചെയ്യാൻ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും അവര് കൊന്നു കളയുന്നതിനൊന്നും അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു പക്ഷെ വിദേശത്തിനേക്കാൾ കൂടുതൽ, പണ്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു തനതായ സംസ്കാരമുണ്ട്, ഭാരത സംസ്കാരം ഏറ്റവും കൂടുതൽ കേരളത്തിലുണ്ട്, വളരെ പ്രബുദ്ധ കേരളമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതെ, നമ്മളെ മറ്റ് സ്റ്റേറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പറയുന്നത് നമ്മൾ പ്രബുദ്ധരാണ്, മികച്ച വിദ്യാഭ്യാസമുള്ള. അതാണ് ആകെ മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഭാരതീയ സംസ്കാരം, ഏറ്റവും മികച്ച ഭാരതീയ സംസ്കാരമുള്ള ഭാരതം. അതിൽ തന്നെ മറ്റ് സ്റ്റേറ്റുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ കേരളം എന്ന് പറയുന്നത് ഏറ്റവും പ്രബുദ്ധരായ കേരളം, സ്ത്രീകളെ അമ്മയായി കാണുന്ന കേരളം, അങ്ങനെയൊക്കെയുള്ള വളരെ ഒരുപാട് വിശേഷണങ്ങളൊക്കെ നമുക്ക് സ്ത്രീകൾക്കെല്ലാം തരാറുണ്ട്, കൊടുക്കാറുണ്ട്, നമ്മളത് വാങ്ങാറുണ്ട്. പക്ഷെ ഇപ്പോ ഇതിനെല്ലാം തന്നെ കടത്തി വെട്ടുന്ന രീതിയിലാണ്. അപ്പൊ ആദ്യം ഉള്ളതായിരുന്നു വന്നതൊരു ഓമന കൊലക്കേസ്. അവര് ചെയ്തത് അവരുടെ സുഹൃത്തിനെ വിളിച്ചു വരുത്തി മയക്കുമരുന്ന്, ഈ മയങ്ങാനുള്ള മരുന്ന് കുത്തിവെച്ച് റൂമിൽ കൊണ്ടുപോയി വെട്ടി നുറുക്കി സൂട്ട് കേസിലാക്കി യാത്ര ചെയ്തു അവര്.
കൊടൈക്കനാലിലേക്കും ചില്ലറ കന്യാകുമാരിക്കൊക്കെ ധൈര്യമൊന്നും പോയിട്ട് പോരാട്ടോ അത് എന്നിട്ട് കന്യാകുമാരിയിൽ വെച്ചിട്ടാണ് അവരെ പിടിക്കുന്നത്. പിടിക്കപ്പെടുന്നത്. അതിനേക്കാളും നമ്മളൊരു വട്ടം ഇപ്പൊ ഞാനൊക്കെ അക്ഷരാർത്ഥത്തിൽ കരഞ്ഞു പോയിട്ടുള്ളൊരു സംഭവമുണ്ട്. സ്വന്തം കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്നിട്ടുള്ള അതില് ഏറ്റവും ക്രൂരമായ ഒരു മുഖം. ആദ്യം ഈ കുട്ടിയെ കടലിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. അങ്ങനെ കടലിലേക്ക് ശാലിനി അങ്ങനെ എന്തോ ആണ് ആ പെൺകുട്ടിയുടെ ശരണ്യ ശരണ്യ അങ്ങനെ അല്ല, കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്നത് സൗമ്യ. സൗമ്യ. ആദ്യം ആ കുഞ്ഞിനെ തിരയിലേക്ക് വലിച്ചെറിയുന്നു. അപ്പൊ അവര് കരുതി ഇതങ്ങ് പൊക്കോളുമെന്ന്. പക്ഷെ തിരമാല അടിച്ച് തിരികെ കരയിലേക്ക് വന്നപ്പോൾ അവിടെ നിന്നെടുത്ത് കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊല്ലുകയായിരുന്നു. ആ കുഞ്ഞിന്റെ തലച്ചോർ ഉൾപ്പെടെ പൊട്ടിച്ചിതറിപ്പോയി. പറയണ്ട, വയ്യ അതൊന്നും കേൾക്കാൻ. അതിനേക്കാൾ ദാരുണമായിരുന്നില്ലേ ഒരു കൊച്ചിയിലൊരു ഫ്ളാറ്റിൽ നിന്ന് ഫ്ലിപ്കാർട്ടിന്റെ ഒരു കവറിനകത്ത് ജനിച്ച ഉടനെ നവജാത ശിശുവിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് അത് ചിന്ന ഭിന്നമായി പോയി ആ കുഞ്ഞ്. നമുക്ക് ഇത് പറയുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിത്യേന ഇപ്പോൾ കേൾക്കുന്നത് ഈ ഒരു വാർത്തകളാണ്. അപ്പോൾ സ്ത്രീകൾ കുറ്റവാളികളാകുന്നത് അത് ആ ഒരു ഇപ്പൊ അത് സർവ്വസാധാരണമായി മാറിയാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ അച്ഛനെ കൊട്ടേഷൻ സംഘത്തിനെ കൊണ്ട് കൊല്ലിച്ചിട്ടുള്ള ഷെറിൻ ആണ് ഇപ്പൊ താരം. പക്ഷേ അതവിടെ നമുക്ക് ഷെറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഷെറിനേക്കാൾ താരമാകാൻ പോകുന്ന മറ്റൊരാൾ അട്ടക്കുളങ്ങര ജയിലിലുണ്ട്. അതായത് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് വിഷയവും അത് തന്നെയാണ്. അതായത് ഷെറിനൊക്കെ അതിനെയും കടത്തി വെട്ടുന്ന ഒരു ഐറ്റം അട്ടക്കുളങ്ങരയിൽ മുളച്ചു വന്നിട്ടുണ്ട്. പാകമാകുമ്പോഴത്തേക്ക് അതിൽ പറയുന്നത്, അതായത് സോഷ്യൽ മീഡിയയിൽ ഷെറിൻ വിഷയം ചർച്ച ചെയ്യുമ്പോഴൊക്കെ തന്നെ പലരും കമന്റും അല്ലെങ്കിൽ പോസ്റ്റുകളായിട്ടൊക്കെ ഇടുന്നത് ഗ്രീഷ്മ ഇനിയിപ്പോൾ അട്ടക്കുളങ്ങര അടക്കി ഭരിക്കുമെന്നാണ്. അതായത് ഏമാന്മാരുടെ കണ്ണ് എന്തായാലും ഗ്രീഷ്മയിൽ 24 വയസ്സ്. അപ്പോൾ ഷെറിൻ അവിടെ കാണിച്ചു കൂട്ടിയ വിവരങ്ങളൊക്കെ ഇപ്പോൾ ചൂടൻ ചർച്ചയാണ്. അതുപോലെ തന്നെ മലയാളികൾ ഈ ഗ്രീഷ്മയെയാണ് ഇനി ആ ഒരു റോളിൽ, അതായത് അട്ടക്കുളങ്ങരയിലെ അടുത്ത ഹീറോ, അടുത്ത ഗുണ്ടി എന്നൊക്കെയാണ് ചില കമന്റുകളൊക്കെ വരുന്നത്. അത് ഗ്രീഷ്മയാണ്. ഗ്രീഷ്മ തന്നെ പറഞ്ഞിട്ടുള്ളത് ഏറിയാൽ ഒരു 10-12 വർഷക്കാലം 38 വയസ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചോളാം എന്ന് പറയുമ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിയമത്തിനെ വെല്ലുവിളിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഒരാളെ കൊന്നാലും കുഴപ്പമില്ല, അത് എത്രയും പെട്ടെന്ന് നമുക്ക് ഊരിപ്പോരാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ അത് ഉറപ്പാണ്. കാരണം 18 വർഷം കൊണ്ട് 6 പേരെ കൊല ചെയ്തിട്ടുള്ള ജോളി പ്രത്യേകിച്ച് അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെയാണ് ഇവർക്കൊക്കെ കിട്ടുന്ന ഒരു സുഖ സൗകര്യങ്ങൾ. അവിടെ തന്നെ ഇപ്പോൾ ഈ സുനിത എന്ന് പറയുന്ന ഒരു ഷെറിന്റെ തൊട്ട് അടുത്ത സെല്ലിൽ ഉണ്ടായിരുന്ന വാടാനപ്പള്ളി സ്വദേശി സുനിത പറയുന്നതോടുകൂടിയാണ് ഷെറിന് അവിടെ കിട്ടിയിട്ടുള്ള സുഖ സൗകര്യങ്ങളുടെ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. അവിടുത്തെ DIG ആയിരുന്ന പ്രദീപ് കുമാർ ഇവരെ എല്ലാ രീതിയിലും ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ ഈ വനിതാ ജയിലുകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ശക്തമായി ഉയരുന്നുണ്ട്. ചിലപ്പം അതിന് വഴങ്ങിക്കൊടുക്കുന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന കുറെ ആൾക്കാർ അവരുടെ എല്ലാ സ്വാതന്ത്ര്യവും കിട്ടുന്നതിന് വേണ്ടി മറ്റു ചിലർ നിർബന്ധിതരായി ഇതിന് വഴങ്ങേണ്ടി വരുന്നുണ്ടോ എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ജയിൽ എത്രത്തോളം സ്ത്രീകൾ സുരക്ഷിതരാണ് എന്നുള്ള ഒരു ചോദ്യം ജയിലിലിപ്പോ നമ്മളിപ്പോ ഈ കുട്ടിയെ തന്നെ ഷെറിനെ കുറ്റം പറയുമ്പോൾ ഒരുപക്ഷെ ഷെറിനെയാണ് നമ്മളിപ്പോ ഇന്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ ഷെറിന് പറയാനുള്ളത് ഇതിന്റെ ഒരു കുറച്ചുകൂടി ഭീകരമായ കഥകൾ ഷെറിനും പറയാനുണ്ടായിരിക്കും. കാരണം എവിടെയും സ്ത്രീക്ക് ജയിലിനകത്ത് പോലും സംരക്ഷണം ഇല്ല എന്നൊരു വാക്കുകൂടി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയേണ്ടി വരും. എനിക്ക് തോന്നുന്നു നമ്മൾ ഷെറിന് കിട്ടുന്ന ആ സൗകര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു വശവും കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ചിലരും ചോദിക്കുമായിരിക്കും ഈ ക്രിമിനലുകളെ കുറിച്ച് അവർക്ക് എന്തിനു സുരക്ഷ? പക്ഷെ ഞാൻ പറയുന്നത് ഇതിൽ ഈ കൊലപാതകവും ഒക്കെ നടത്തിയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല ഈ ജയിലിൽ കഴിയുന്നത്. ചിലപ്പോൾ ചിലർ അപകടത്തിൽപ്പെടുത്തിയിട്ടുള്ള, അതായത് കേസിൽ ഉൾപ്പെടുത്തി അകത്താക്കിയിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവരുണ്ടാകും. സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുറ്റവാളിയാക്കപ്പെട്ട സ്ത്രീകളുണ്ടായിരിക്കാം. അപ്പൊ ഇതെല്ലാം തന്നെ ഇവർക്ക് എല്ലാവർക്കും ഒരു ഒരുമിച്ചിട്ട് ജയിലിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് നീതിയെ സംരക്ഷിക്കുന്നവരാണ് ജയിലിനകത്ത് ഉദ്യോഗസ്ഥരായിട്ട് ഉണ്ടാകേണ്ടത്. പക്ഷെ അവര് തന്നെയാണ് മറ്റു എല്ലാ തരം ഈ ജയിൽ പുള്ളികൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും തരത്തിലൊരു ക്രിമിനലിസം മനസ്സിലുള്ള ആൾക്കാരാണ് ജയിലിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ജയിലിൽ വന്ന അങ്ങനെയുള്ള ആൾക്കാർക്കെങ്കിലും ഒരു വളമായി ചേരുകയാണ് അത് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മൾ ഈ ജുവനൈൽ ഹോമുകളിൽ ആക്കപ്പെടുന്ന കുട്ടികൾ. ദുർഗുണ പരിഹാര പാഠശാല എന്നാണ് അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികൾ ഏറ്റവും വലിയ ക്രിമിനലുകളായിട്ടാണ് അവരെ പറയുന്നത്. അവരുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ക്രിമിനലിസം ഉള്ളത് കൊണ്ടാണെന്ന്. ശരിയായിരിക്കാം, ഒരുപക്ഷെ അങ്ങനെ ഒരു ക്രിമിനലിസം അവരുടെ മനസ്സിലുണ്ടായിരിക്കാം. ചിലപ്പോൾ അവരെക്കാൾ കൂടുതൽ ക്രിമിനലിസം ജയിലിന് പുറത്ത് നിൽക്കുന്ന നമ്മൾ ഉൾപ്പെടെയുള്ളവരിൽ ഉണ്ടായിരിക്കാം. സാഹചര്യങ്ങളെ കൊണ്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഈ ദുർഗുണ പരിഹാര പാഠശാലയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അതിന് വളം വെച്ചു കൊടുക്കുന്ന സന്ദർഭങ്ങളല്ലേ അവിടെ കഴിയുന്ന കുട്ടികൾ പിന്നീട് സത്യസന്ധരായി പുറത്തേക്ക് ഇറങ്ങുമെന്ന് കരുതാൻ കഴിയില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ ജയിലുകളിലെ അവസ്ഥ. ഇപ്പോൾ ഈ വിഷയത്തിൽ ഗവർണർക്ക് മുൻപിൽ രമേശ് ചെന്നിത്തല റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതായത് അവിടുത്തെ ഷെറിന് കിട്ടിയിട്ടുള്ള ഈ വാടാനപ്പള്ളി സ്വദേശി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യമാണോ, അങ്ങനെയാണെങ്കിൽ വഴിവിട്ട് പലതും ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടോ, അതിനൊരു അന്വേഷണം വേണമെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ദിലീപിനൊക്കെ തന്നെ സൗകര്യങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് അത് വളരെ വ്യക്തമാക്കുകയും ചെയ്തു, ഞാൻ ചെയ്തു കൊടുത്തിരുന്നു എന്ന് പറയുന്നു. അതെ, പക്ഷെ അതിനൊക്കെ നമ്മൾ വലിയ വായിൽ ബഹളം വെച്ചിരുന്നു. പക്ഷെ എന്തായാലും ദിലീപ് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്ന ആളാണ്, അത്രയും വലിയൊരു നായകനാണ്, കലാകാരനാണ്. അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള കുറച്ചുകൂടി ഒരു വഴിവിട്ട രീതിയിലാണെങ്കിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതിനെതിരെ നമ്മൾ ഇത്രയധികം സംസാരിച്ചപ്പോൾ എങ്ങനെയാണ് അതൊന്നുമില്ലാത്ത ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഷെറിന് ഇത് കൊടുക്കുന്നത്? അത് ഷെറിന്റെ കുറ്റമല്ലല്ലോ. അങ്ങനെ അവരത് അനുഭവിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ കുറ്റമാരുടെയാണ്? ഇതില് വേലി തന്നെയല്ലേ ഇവിടെ വിളവ് തോന്നി? ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേടാണെന്ന് പറയേണ്ടി. തീർച്ചയായിട്ടും അതാണ്. കാരണം ഈ ജയിലുകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അറിയാത്തവരായിട്ടൊന്നും ആരും ഉണ്ടാവില്ല. കാരണം ഇപ്പൊ ഈ ഷെറിനെതിരെ ചില വിവരങ്ങൾ സെൻകുമാറിന് റിപ്പോർട്ട് കൊടുത്ത് പരാതിപ്പെട്ടിരുന്നു ഈ സുനിത എന്ന് പറയുന്നവർ. അപ്പോൾ അവരെ ജയിലിനുള്ളിൽ നിന്ന് ചിലർ സഹായിച്ചിട്ടുണ്ട്. ചില വിവരങ്ങൾ സെൻകുമാറിനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിച്ച ചില ആൾക്കാരുണ്ട്. അതായത് ഈ വഴിവിട്ട നീക്കം നടത്തുന്ന ഉദ്യോഗസ്ഥരെ തിരുത്തുക കീഴുദ്യോഗസ്ഥർക്ക് സാധിക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇതിനെയൊക്കെ എതിർക്കുന്ന ഒരു കൂട്ടരും ഈ ജയിലിനുള്ളിലുണ്ട്. പക്ഷെ അവർ നിസ്സഹായരായി പോകുകയാണ്, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഇത് ആഭ്യന്തര വകുപ്പിന് കൃത്യമായി അറിയാവുന്നതാണ്. ഈ ജയിൽ ഉദ്യോഗസ്ഥർ ജയിലിൽ കാണിച്ചു കൂട്ടുന്ന എല്ലാ നീക്കങ്ങളും നമുക്കറിയാം. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം TPയെ കൊലപ്പെടുത്തിയവർക്ക് സർക്കാർ ഒത്താശയോടെയാണ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ പിന്നെ ഇതിലൊക്കെ ഇടപെടുമെന്ന് കരുതിയിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ വന്നിട്ട് അനുശാന്തി, ഇവർക്കും പ്രത്യേകിച്ച് അവര് ജയിലിലായി എന്ന് വെച്ചാൽ അവിടെ എല്ലാ സൗകര്യങ്ങളും അവർക്ക് കിട്ടുന്നു എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇവരെ ആരും തന്നെ അവർക്ക് ജാമ്യം കിട്ടുന്നു, അവര് പുറത്തു പോകുന്നു. പക്ഷെ ഈ ജാമ്യമൊന്നും ലഭിക്കാത്ത എത്രയോ കാലങ്ങളായിട്ട് ജയിലിൽ കിടക്കുന്ന 12 വർഷമായിട്ടും ജയിലിൽ തന്നെ കിടക്കുന്ന സ്ത്രീകളും അവിടെയുണ്ട്. അവരെ സംബന്ധിച്ച് ഈ സുനിത പറഞ്ഞ വാക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് പ്രായം കൂടിപ്പോയി, അല്ലെങ്കിൽ അവർ സുന്ദരിയല്ല എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ എന്ത് നീതിയാണ്? ഇവിടെ ഭീകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ജയിൽ ഉദ്യോഗസ്ഥർ ഈ സ്ത്രീകളെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് ഷെറിന്റെ കേസിൽ പറയുന്നുണ്ടായിരുന്നു. മറ്റേ ഇവര് പ്രദീപ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ വന്നു കഴിഞ്ഞാൽ 2 മണിക്കൂറെല്ലാം പുറത്തു പോകും, ഇവരെ കൊണ്ടുപോകും, 2 മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത് എന്ന് പറയുന്നു. അത് ഷെറിൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഷെറിന്റെ മുൻപിലെങ്കിലും ആ ന്യായാധിപൻ ആരാണ്? ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ്? ആ DGP ആരാണ്? കാരണം ക്രിമിനൽസിനെ നിലയ്ക്ക് നിർത്തേണ്ട, അവർക്ക് ശിക്ഷ നൽകേണ്ട ആളെയാണ് ഇവരുടെ കയ്യിലാണ് വരുന്നത്. അപ്പൊ ഒരു ക്രിമിനലിന്റെ കയ്യിലെ കളിപ്പാട്ടമായിട്ടാണ് അവരെല്ലാം മാറിയിരിക്കുന്നത്. അതായത് അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, അവർ പറയുന്ന ഒരു ബക്കറ്റ് നിറച്ച് ലിപ്സ്റ്റിക്കും മറ്റു സൗന്ദര്യവർദ്ധക സാധനങ്ങളും കോസ്മെറ്റിക്സ് 10,000 രൂപയിലധികം ഉള്ളതുണ്ടായിരുന്നു. ലിനൻ വസ്ത്രങ്ങളാണ് ഇവർ ഡ്രസ്സ് ചെയ്യുന്നത്. ആഹാരം 6-7 ഡ്രസ്സ് മാറി മാറി ഉടുക്കാൻ 6-7 ഡ്രസ്സുണ്ട്. ഇവർക്ക് അലക്കണ്ട, തൊട്ടടുത്ത തടവുകാരി കൊണ്ടാണ് ഇത് അലക്കിപ്പിക്കുന്നത്. അപ്പൊ അതും ഒരു സ്ത്രീയല്ലേ? ആ സ്ത്രീക്ക് എന്തുകൊണ്ട് ഈ സൗകര്യങ്ങളില്ല? അവരുടെ ഡ്രസ്സ് കഴുകണം, മറ്റേ സഹ തടവുകാരിയുടെ ഡ്രസ്സും കഴുകണം. അപ്പോൾ അവിടെ എന്തിനായി? വീണ്ടും ജയിലിൽ നടക്കുന്ന ഈ അനീതി തന്നെയല്ലേ?
ഈ ശരിക്കും ഈ വിഷയത്തിൽ സർക്കാർ കൂടി അടിയന്തരമായ ചില തീർച്ചയായിട്ടും ഇതിനെന്തെങ്കിലും ഇടപെടൽ ചെയ്യണമെങ്കിൽ നടത്തേണ്ടതുണ്ട്. സർക്കാർ അതായത് ആഭ്യന്തര ആഭ്യന്തര വകുപ്പ് വകുപ്പ് തന്നെ പിന്നെ ചെയ്യണം. എന്തിനാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉയരുകയാണ്. ഞാൻ പറയട്ടെ, ഈ പറയുന്ന പോലെ ഈ പിണറായി ഭരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് ആണ് അധികാരത്തിൽ ഇരിക്കുന്നതെങ്കിലും ഈ വിഷയങ്ങളിൽ ഒരു ഇടപെടൽ നടത്തണം. കാരണം ഇത് പൊതുസമൂഹത്തിലേക്ക് ഈ വിഷയങ്ങൾ ചർച്ചയായി മാറുമ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഞങ്ങളുടെ നികുതി കാശിനാണ് ഈ ക്രിമിനൽസ് അവിടെ തിന്നുകൊഴുത്ത് കഴിയുന്നത്. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് കഞ്ഞിയും പയറും കൊടുക്കുകയും ഇവർക്ക് മട്ടൻ ബിരിയാണിയും ഇവർക്ക് ആ ഒരു നീതികേടുണ്ട്. ഇവർക്ക് മട്ടൻ ബിരിയാണിയും മസാല ദോശയും ഇടയ്ക്കിടയ്ക്ക് വാങ്ങി കൊടുക്കാറുണ്ടെന്ന് പറയുന്നു. അതുപോലെ മൊബൈൽ ഫോൺ കൊടുക്കുന്നു. ഇപ്പൊ സ്കൂളിൽ പോലും കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചർമാരുടെ വക അടിയും ബഹളങ്ങളും നടക്കുന്ന കാലത്ത് ഈ പ്രദീപ് സാറുമായിട്ട് നിരന്തരം ഫോണിൽ സംസാരിക്കാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതൊക്കെ ഒരു എന്താ പറയാ, വളരെ നിശിതമായി വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഷെറിൻ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇതിലേക്ക് ഗ്രീഷ്മയെ വലിച്ചിടുന്നത് അത് കേരള പൊതുസമൂഹത്തിനുള്ള ഒരു അവരോട് അത്രത്തോളം ഉള്ള ഒരു വെറുപ്പ് കൂടി അവർ പ്രകടിപ്പിക്കുകയാണ്. മാത്രമല്ല ഈ വിഷയം കത്തി നിൽക്കുക തന്നെ വേണം. കാരണം ഈ ഷെറിനെ പോലെ ഉള്ളവർക്ക് കിട്ടുന്ന ഒരു സുഖ സൗകര്യങ്ങളും ഗ്രീഷ്മയ്ക്ക് കിട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള നീക്കങ്ങളും കൂടി ഉണ്ടാകണം. അപ്പോൾ മലയാളികൾ കൃത്യമായി അറിഞ്ഞു കളിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഒരു ചർച്ച സജീവമായിരുന്നു സോഷ്യൽ മീഡിയയിൽ. ഇനി ഗ്രീഷ്മയാണ്, അടുത്തത് ഗ്രീഷ്മയാണ്, ഷെറിന്റെ പിൻഗാമി ഗ്രീഷ്മയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ സ്ത്രീകൾ ക്രിമിനൽസ് ആകുന്ന ഒരു വിഷയത്തെ കുറിച്ച് ഇപ്പോ പറഞ്ഞിരുന്നു. ഇതിൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന കേസുകൾ, അതായത് ജോളി, അതുപോലെ തന്നെ ഗ്രീഷ്മ, സൗമ്യ, ഇപ്പോൾ മറ്റൊരു അനുശ്രീ, ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയേണ്ട ഒരു വിഷയമാണ് കഴിഞ്ഞ ഇടയ്ക്ക് ബാലരാമപുരത്ത് 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശ്രീതു. പോലീസിന് ഉറപ്പുണ്ട് ആ കൊലപാതകം നടത്തിയിരിക്കുന്നത് ശ്രീതു ആണ് എന്നുള്ളത്. ആ 2.5 വയസ്സുകാരി അവരുടെ മകളാണ്, അതിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നാണ്. പക്ഷെ ആ കുറ്റം ഏറ്റെടുത്തിരിക്കുന്നത് അമ്മാവനാണ്, അതായത് ശ്രീതുവിന്റെ സഹോദരൻ. പക്ഷെ ശ്രീതുവിന്റെ സഹോദരനല്ല അത് ചെയ്തത്, ഈ ശ്രീതു തന്നെയാണ് എന്ന് പോലീസ് ഉറപ്പിച്ചു വിശ്വസിക്കുന്നു. പക്ഷെ അതിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കുന്നതിനുള്ള ചില തെളിവുകൾ പോലീസിന് ആവശ്യമുണ്ട്. ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഈ ഹരികുമാർ, അതായത് ഈ ശ്രീതുവിന്റെ സഹോദരൻ കൃത്യം ചെയ്തത് ഞാനാണ് എന്ന് സ്വയം ഏറ്റെടുത്തു. അപ്പോൾ പോലീസ് പോലും അതിൽ പറയുന്ന ചില ആരോപണങ്ങൾ, ഒന്നെങ്കിൽ ആ സഹോദരനെ ഇവർ ചില വാഗ്ദാനങ്ങൾ കൊടുത്തു, അല്ലെങ്കിൽ സഹോദരനെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുന്നു. ഈ ശ്രീതുവിന്റെ ഒരു പശ്ചാത്തലം ക്രിമിനൽ പശ്ചാത്തലമാണ്. അവരെ മാതാപിതാക്കൾക്ക് പോലും ഭയമാണ്. വീട്ടുകാർക്ക് അറിയാത്ത കുറെ ലക്ഷങ്ങളുടെ ഇടപാടുകളും വീട്ടുകാർക്ക് അറിയാത്ത സ്വന്തമായി ഒരു കാറും ഒക്കെ ഉള്ള ആളാണ്. അതിന്റെ ഇപ്പോഴത്തെ ഒരു വിവരം പുറത്തേക്ക് വരുന്നത്, ഇവർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പലരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെന്നാണ് ഒരു വിവരം. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ലെറ്റർ ഹെഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിയമനം കിട്ടി എന്നുള്ള കത്തുകളും കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചോദ്യമായിട്ട് വരുന്നത്, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഇവർക്ക് പിന്നിലുണ്ടോ? ഇവരെ അത്തരത്തിൽ സഹായിക്കുന്നുണ്ട്? ഏതോ ഒരാൾ ലക്ഷങ്ങൾ കൊടുത്ത് ഇവരെ സഹായിക്കുന്നുണ്ട് എന്നുള്ള ഒരു സംശയത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട്. പക്ഷെ ആ ആളെ കണ്ടുപിടിക്കണമെങ്കിൽ ശ്രീതു. പക്ഷെ അവർ പഠിച്ച കള്ളിയാണ്, മൊഴി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോലീസിന് ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ആ ഒരു കേസ്. നമ്മൾ ഇത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് തഴക്കവും പഴക്കവും വന്നു കഴിഞ്ഞു. അതായത് പോലീസിൽ പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണം, എങ്ങനെ അതിൽ നിന്ന് ഊരിപ്പോകാനുള്ള നിയമവശങ്ങൾ എല്ലാം പഠിച്ച് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നു. ഗ്രീഷ്മയുടെ കാര്യത്തിലും സ്ത്രീകൾക്കുള്ള നിയമം ഉണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ ശരിക്കും ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെടുത്തുന്ന സ്ത്രീകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിവാഹ തട്ടിപ്പ്, ബ്ലാക്ക് മെയിലിംഗ്, കോടികളുടെ സർവ്വസാധാരണമായിട്ടുണ്ട്. ഈ ഉന്നതർ ഉൾപ്പെടെയാണ് ഇതിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത്. നാണക്കേട് ഭയന്ന് പലരും പറയാതിരിക്കുന്നു, പൈസ കൊടുത്ത് ഒതുങ്ങുന്നു. അപ്പൊ വീണ്ടും ഇവർ അത് തന്നെയാണ് വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയും പിടിച്ചു നിൽക്കാം എന്നുള്ള, ജയിലിൽ എത്തിയാലും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, ജയിലിന് പുറത്താണെങ്കിലും ചോദ്യം ചെയ്യുന്നതുപോലെയല്ല. ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ ചില പരിമിതികൾ പോലീസിനുണ്ട് എന്നുള്ളതാണ്. വനിതാ ഉദ്യോഗസ്ഥരാണ് ചോദ്യം ചെയ്യുന്നതെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ ഇവരെ കൈകാര്യം ചെയ്യാനുള്ള ഒരു അത്തരം ഒരു ശീലമില്ലാത്ത ഒരവസ്ഥ. അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞത് ഗ്രീഷ്മയുടെ കാര്യത്തിലും
പിടിക്കപ്പെട്ടാൽ എങ്ങനെ രക്ഷപ്പെടണം, ഒരാളെ എങ്ങനെ കൊലപ്പെടുത്തണം എന്നൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കി കൊലപാതകം എക്സിക്യൂട്ട് ചെയ്ത ഒരാള്. 24 വയസ്സേ ഉള്ളൂ. 24. അവര് ഷാരൂഖിനെ കൊലപ്പെടുത്തുമ്പോൾ 21 വയസ്സ്. PG ഇംഗ്ലീഷാണ്, അവർക്ക് നല്ല മാർക്കുണ്ട്, റാങ്ക് ഹോൾഡർ, നല്ല മാർക്കില് റാങ്ക് ഹോൾഡർ ആയിട്ട് വിജയിച്ചു വന്നിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ വളരെ ഉന്നത നിലയിലേക്ക് പോകാമായിരുന്ന ആ ബുദ്ധിയെ വളരെ നല്ല രീതിയിലേക്ക് തിരിച്ചുവിട്ടിരുന്നെങ്കിൽ, കളഞ്ഞു. അതെ, വളരെ ശരിക്കും അങ്ങനെയുള്ള ഒരു ബുദ്ധിയാണ് നേരെ തിരിച്ചുവിട്ടിരിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും ഗ്രീഷ്മയുടെ കാര്യത്തിൽ ഒരു പോയിന്റ് കൂടി പറയാനുള്ളത്, ഗ്രീഷ്മയ്ക്ക് ഇത്തരത്തിലുള്ള ക്രിമിനൽ വാസന ഉണ്ടെന്ന് ആ മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നിട്ടും അവർ അതിനെ തടയാൻ ശ്രമിച്ചില്ല. ഒരുപക്ഷെ അവർക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല. കാരണം ഇവർ അതിനേക്കാൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്ക് പോലും ഭയമായിരുന്നിരിക്കാം അവര്, അല്ലെങ്കിൽ അവരെന്താ ചെയ്യാന്നുള്ള. പിന്നെ എത്രയായാലും അച്ഛനും അമ്മയല്ലേ, ഇവള് ആത്മഹത്യാ ഭീഷണി നടക്കുമ്പോൾ മകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സംഭവങ്ങളായിരിക്കാം. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ അട്ടക്കുളങ്ങര അടക്കി ഭരിക്കാൻ പോകുന്നത് ഗ്രീഷ്മയാണോ എന്നാണ് അറിയാം. അതെ, അപ്പൊ ഇത്രയും സുഖ സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാകുമ്പോൾ ഷെറിന് കിട്ടിയതുപോലെ തന്നെയൊക്കെ ആവുകയാണെങ്കിൽ എന്തായിരിക്കും അട്ടക്കുളങ്ങര ജയില് തന്നെ മാറ്റിമറിക്കും. ജയിലിലെ ഗ്രീഷ്മയുടെ സ്ഥാനം ഇനി എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ആകാനുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോ പൊതുവെ സമൂഹത്തിലുള്ള ജീർണതകളുടെ തുടർച്ച തന്നെയാണ് ഇപ്പൊ സ്ത്രീകളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഈ മാറ്റം. നമ്മള് സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്ക് പാരയാകുന്ന ഘട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇവരെല്ലാം നമ്മളെല്ലാം വിലമതിക്കുന്നത് വലിയ വീടും കാറും ഇതൊക്കെ മറ്റു സൗകര്യങ്ങളും ഇഷ്ടം പോലെ പണവും ഒക്കെ സ്വപ്നം കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നേടിയെടുക്കാൻ നേരായ വഴി കൂടെ നേടിയെടുക്കണം, പഠിച്ചു വലുതായി ഒരു ജോലി കിട്ടി നേടിയെടുക്കണം എന്ന ചിന്തയ്ക്ക് പകരമായിട്ട് എത്രയും പെട്ടെന്ന് ഈ ലക്ഷ്യങ്ങളിലേക്ക് കുറുക്കു വഴിയിൽ എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സൗകര്യം സ്ത്രീകൾക്കാണ് എന്നുള്ള ഒരു പൊതുവായ ഒരു ധാരണ കൂടിയുണ്ട്. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് ഇതിനെല്ലാം കൂടുതൽ സഹായങ്ങൾ കൊടുക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത് പറയേണ്ടി വരികയാണ്, പലപ്പോഴും പറഞ്ഞിട്ടുള്ള നമ്മുടെ നിയമവ്യവസ്ഥിതിയെ ആർക്കും ഭയമില്ല എന്നുള്ള, അതാണ് കാര്യം. അകത്തായി കഴിഞ്ഞാൽ ചിലപ്പോ കുറച്ച് കൊല്ലങ്ങൾക്കുള്ളിൽ ഞങ്ങൾ പുറത്തിറങ്ങും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ്. ഈ പുറത്തു വരുന്നത് അകത്തേക്ക് പോയതിന്റെ ഇരട്ടിയിലധികം ക്രിമിനൽ ബുദ്ധിയുമായിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പൊ പിന്നെ എന്താണ്ട്, അപ്പൊ സമൂഹത്തിൽ പൊതുവെ ഉണ്ടാകുന്ന ജീർണത തുടർച്ചയായി കൊണ്ടുവരും. ഇനി ഇവരൊരു 12 വർഷം കഴിഞ്ഞാൽ ഈ ഗ്രീഷ്മയും ഷെറിനും എല്ലാം പുറത്തിറങ്ങുമ്പോൾ അവരുടെ ചുറ്റുമുള്ള ലോകം അവര് തന്നെ മാറ്റിമറിക്കും. ഈ 12 കൊല്ലം കഴിഞ്ഞ് ഇറങ്ങുന്ന ഗ്രീഷ്മ എങ്ങനെയാണ് കൊല്ലേണ്ടതെന്നുള്ള ക്ലാസ് എടുക്കാൻ വരെ മടിക്കാത്ത അവസ്ഥയിലേക്കാണ് എത്തിപ്പോകുന്നത്. അധോലോക നായികയായിട്ട് മാറാം. അപ്പൊ വരും കേരളം എന്തായിരിക്കും? കാരണം നമ്മൾ തന്നെ പറയാറുണ്ട്, ഒരു സ്ത്രീയാണ് കുടുംബത്തിന്റെ വിളക്ക്, അങ്ങനെ കുറെ കുടുംബങ്ങൾ കൂടിയതാണ് ഒരു നല്ല സമൂഹം എന്നെല്ലാം പറയാറുണ്ട്. ഇവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ക്രിമിനൽ മൈൻഡുള്ള സ്ത്രീകളാണ് പുറത്തു വരുന്നത്. അപ്പൊ എന്തായിരിക്കാം നമ്മുടെ ഭാവി തലമുറ എന്നുള്ളത് വളരെ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇതിന് ശരിക്കും നമ്മുടെ പോലീസും നീതിന്യായ വ്യവസ്ഥയും ഗവൺമെന്റും എല്ലാം തന്നെ ശരിക്കും ഒരു പൊളിച്ചെഴുത്ത് ആവശ്യം തന്നെയാണ്. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം. നമസ്കാരം.